എക്സാക്ട് താഴത്തെ ലിക്വിഡിറ്റി ചെയ്യുന്നത് വരെ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡ്സുകളാണ് അവിടെ നോക്കുന്നതെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ട്രേഡ്സ് ടാർഗറ്റ് ആയില്ലെങ്കിൽ നമ്മൾ സൺഡേ നൈറ്റിലേക്കായിരിക്കും ഈ ഒരു അല്ലെങ്കിൽ മൺഡേ മോർണിംഗിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ട്രേഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ ഒരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് എന്തായാലും ക്രിപ്റ്റോയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ക്രിപ്റ്റോ ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ അതോ സൈഡ് വൈസ് ആണോ എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മുടെ വ്യൂ സ്റ്റിൽ ബെയറിഷ് തന്നെയാണ്. നമ്മൾ 2-3 മാസം മുന്നേ നിങ്ങളടുത്ത് പറയുന്നുണ്ട് നമ്മുടെ വ്യൂ ബെയറിഷ് തന്നെയാണ്. എക്സാക്ട് താഴത്തെ ലിക്വിഡിറ്റി ചെയ്യുന്നത് വരെ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡ്സുകളാണ് അവിടെ നോക്കുന്നതെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ട്രേഡ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നു. ഒരു 1:3 നമുക്ക് ആ ഒരു പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു. അത് മാത്രമല്ല നമ്മുടെ വ്യൂ ബെയറിഷ് ആയതുകൊണ്ട് തന്നെ എക്സാക്ട് അതിൻ്റെ ഒരു പുൾ ബാക്കിൽ അതിൻ്റെ ഒരു എക്സാക്ട് ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ട്രേഡ്സുകൾ താഴത്തേക്ക് നോക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1000 പോയിന്റാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു 1:2 നമ്മൾ ഏകദേശം ഒരു 1000 പോയിന്റാണ് ടാർഗറ്റ് ചെയ്യുന്നത്. എക്സാക്ട് ഈ ഒരു സോൺ വരെയാണ് നമ്മൾ മാർക്കറ്റിൽ ആ ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നത്. ഈ ഒരു സോൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബൈയിങ് പ്രഷറുള്ള ഒരു സോണാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റേഞ്ചിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുൾ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു സോണിൽ നമ്മൾ വീണ്ടും താഴത്തേക്കാണെങ്കിൽ മറ്റു ട്രേഡ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്യുന്നിടം വരെ നമ്മുടെ വ്യൂ ഈ ഒരു സൈഡ് വരെ ബെയറിഷ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പുൾ ബാക്കിൽ മറ്റു ട്രേഡ്സുകൾ നോക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ ഒരു ട്രേഡ്സ് പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏകദേശം ഇനി മാർക്കറ്റിന് ഒരു 500 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 400-450 പോയിന്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ഈ ഒരു ടാർഗറ്റ് ട്രിഗർ ആവുന്നതാണ്. അതല്ല ഇൻ കേസ് ഇത് ഇന്ന് ഈ ഒരു ടാർഗറ്റിലേക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്കറിയാം നാളെ സാറ്റർഡേ ആണ്, മറ്റന്നാൾ സൺഡേ ആണ്. ഈ 2 ദിവസങ്ങളിൽ മാർക്കറ്റിന് എന്തായാലും വോളറ്റിലിറ്റി കാണാനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ട്രേഡ്സ് ടാർഗറ്റ് ആയില്ലെങ്കിൽ നമ്മൾ സൺഡേ നൈറ്റിലേക്കായിരിക്കും ഈ ഒരു അല്ലെങ്കിൽ മൺഡേ മോർണിംഗിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു ട്രേഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കാം. മാർക്കറ്റ് നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു പ്രോഫിറ്റ് തരുമോ ഇല്ലയോ എന്നുള്ളത്. സ്റ്റിൽ നിങ്ങൾ ആരും കൗണ്ടർ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എക്സാക്ട് എന്ത് ചെയ്യുക, എക്സാക്ട് ലിക്വിഡിറ്റി സോണുകൾ നോക്കിയതിന് ശേഷം മാത്രം ടാർഗറ്റ് സെറ്റ് ചെയ്യുക. ഒരു വലിയൊരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് എന്തായാലും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്തായാലും മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ടാർഗറ്റ് തരുന്നുണ്ടോ അതല്ലെങ്കിൽ ഇത് നമുക്ക് SL വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു ഡേയിൽ വീണ്ടും കാണാം. ബൈ ബൈ ഓൾ.